എന്താണ് ഈ വിഷു ദിവസത്തിൽ ആ കാവ്യ കലാസംസ്കൃതിയെക്കുറിച്ചും വിഷുവിനെക്കുറിച്ചും തോന്നുന്നത്? ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യമാണ് എൻ്റെ മനസ്സിൽ പ്രകാശിക്കുന്നത്. ഇവിടെ ഭഗവതി ഇരിക്കുന്നുണ്ട്. ഈ ഭഗവതിയുടെ മുമ്പിലാണ് അച്ഛനും അമ്മയും കൊച്ചുകുട്ടിയായിട്ടുള്ള എന്നെ കണ്ണിലിങ്ങനെ വിരലൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ട് ഇരുത്തി വിഷു ഭഗവതിയുടെ വിഷ്ണു ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് പുറത്തിരുന്നിട്ട് വിഷു കൈനേട്ടം തരുന്നത്, വെറ്റില അടയ്ക്ക രണ്ടെണ്ണയോ എന്തോ സംഗതി വിഷു കൈനേട്ടം തരും. അനുജന്മാരുണ്ടാവും. പിന്നെ അവിടെ വന്നിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിക്കും, മത്താപ്പ് കെട്ടി കമ്പിത്തിരി, ഇങ്ങനെ ഒരു വലിയ ഉത്സവമാണ്. സൂര്യൻ ഏറ്റവും അടുത്ത് വരുന്ന അവസ്ഥയാണല്ലോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സത്യേനോത്തഭിതാ ഭൂമി സൂര്യേണോത്തഭിതാ ദ്യൗ. സത്യേന ഉത്തഭിതയായി ഭൂമിക്ക് എന്താ കേമത്വം? ഇത് സത്യത്തിനെ നിലനിർത്തുന്നു, സത്യം കൊണ്ട് പ്രകാശിക്കുന്ന ഒരു ഗോളമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഭൂമി. അതെന്തുപോലെ സൂര്യേണ ഒത്തഭിത ആകാശമുണ്ട്. ഈ ആകാശത്തിന് എന്താ എത്ര കേമത്വം? അതിന് ഈ സൂര്യൻ അവിടെ ഇങ്ങനെ പ്രകാശിക്കണമെന്നുള്ളതല്ല. ആ സൂര്യൻ അവിടെ ഇല്ലെങ്കിൽ ആകാശത്തിന് ഒരു മഹത്വവും ഇല്ല. അതുപോലെ ഈ ഭൂമിയെ ഈ സത്യം പ്രകാശമാനമാക്കിയിരിക്കണു എന്ന് ഇത് എൻ്റെ മനസ്സിൽ കിടന്നിട്ട് എങ്ങനെയാണ് സത്യം ഭൂമിയെ പ്രകാശമാനമാക്കുക? അത് ആരത് കണ്ടുപിടിച്ച്? അത് മനുഷ്യനാണ് എന്നുള്ള അർത്ഥം വേദത്തിൽ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു. അത് കാണുമ്പോൾ ഈ വിഷുവിൽ പടക്കാനുള്ള പൊട്ടിക്കണം. ഈ പടക്കം പൊട്ടിക്കൽ ഇതെവിടെ എത്തും എന്ന ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു. 13 രാജ്യങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ആറ്റം ബോംബുണ്ട്.